ഞങ്ങൾ മുരുടേശ്വരിൽ നിന്നും നേരെ ഉടുപ്പിയിലെത്തി. ഉടുപ്പിയിൽ നിന്നും സെന്റ് മേരീസ് ഐലൻഡിലേക്കുള്ള യാത്രയിലാണ്. സെന്റ് മേരീസ് ഐലൻഡിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് മാൽപേ ഫിഷിംഗ് ഹാർബറിൽ നിന്നാണ്. ഫിഷിംഗ് ഹാർബറിന്റെ കവാടമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഫിഷിംഗ് ഹാർബർ ആണ് നമുക്കിവിടെ കാണുന്നത്. ധാരാളം ഫിഷിംഗ് ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. സെന്റ് മേരീസ് ഐലൻഡ് മാൽപേ ഫിഷിംഗ് ഹാർബറിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ മാറിയാണ്. സെന്റ് മേരീസ് ഐലൻഡിൽ മാൽപേ ഫിഷിംഗ് ഹാർബറിൽ നിന്നും സെന്റ് മേരീസ് ഐലൻഡിലേക്ക് എത്താൻ ബോട്ട് മാർഗം മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. നമുക്ക് മാൽപേ ഫിഷിംഗ് ഹാർബറിൽ നിന്നും ബോട്ടിൽ കയറി സെന്റ് മേരീസ് ഐലൻഡിലേക്ക് പോകാവുന്നതാണ്. ഹായ്, അപ്പൊ നമ്മളിപ്പം മാൽപേ ബീച്ചിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ബോട്ട് കയറി വേണം നമ്മൾ സെന്റ് മേരീസ് ഐലൻഡിലേക്ക് പോകാനാണ്. അതെ അതെ, 2 നിലയുള്ള ബോട്ടാണ് ഞങ്ങൾ 2ാമത്തെ നിലയിൽ എടുക്കുന്നത്. തോർത്തുണ്ട്, സാൻഡ് ഗ്യാസിലുണ്ട്, കപ്പുണ്ട്. പിന്നെ നമ്മൾ അവിടെ ചിലപ്പോ വെള്ളമുണ്ടെ കുളിക്കുന്ന അറിയുമ്പോൾ കുറെ കക്കകളാണ് എടുക്കുന്നത്. അത് തന്നെ ഷെൽസ് ഇഷ്ടം പോലെ ഞങ്ങൾ വാരി പെരുക്കും. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഞങ്ങൾ കവറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോകാം, പെട്ടെന്ന് പോകാം. ബോട്ടെ കയറാൻ തന്നച്ചൊക്കെ പേടിയാന്ന് പറഞ്ഞാ ഞങ്ങള് പറഞ്ഞ് ലൈറ്റാക്കി കഴിച്ച് സമാധാനിപ്പിച്ച്. മീൻ കടിക്കുന്നൊക്കെ ഓർത്താണ് അത്തച്ചി ഇരിക്കണത്. പക്ഷെ എങ്ങനെയാണെന്ന് നമുക്കല്ലേ അറിയൂ. ഞങ്ങൾ ഒരു പ്രാവശ്യം സെന്റ് മേരീസ് ഐലൻഡിൽ വന്നിട്ടുള്ളതാണ്. ഞങ്ങള് പറയാൻ കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് ബോട്ടില് കേറി സൂപ്പർ കളിയൊക്കെ കടിക്കും. അതെ അതെ, മീനിന്റെ തീറ്റയൊക്കെ കൊടുക്കണം. ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ നല്ല മനോഹരമായ ഒരു പാർക്കുണ്ട്. നിറയെ ചെടികളും ഒക്കെ പിടിപ്പിച്ചിട്ടുള്ള ഒരു പാർക്കുണ്ട്. അതാണ് നമ്മുടെ കടലിൽ. ഇത് കടന്നപ്പുറം നമുക്ക് പോണം. അത്തച്ചയ്ക്ക് ബോട്ടിൽ കയറാൻ പേടിയല്ലേ? മീൻ കടിക്കും, മീനൊക്കെ കടിക്കും. ഫ്രണ്ട്സ്, നമ്മുടെ ഈ മാൽപേ ബീച്ച് ഇതിപ്പോ സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ അന്ന് വരുമ്പോ ഇത്രയും സംഭവമൊന്നുമില്ല. കുട്ടികൾക്ക് കളിക്കാൻ സാൻഡ് കാസിൽ ഉണ്ടാക്കാനുള്ള സംഭവം. പിന്നെ നിറയെ പ്രതിമകളുണ്ട്, മീനിന്റെയും സ്ലൈഡുണ്ട് കുട്ടികൾക്ക് ഇവിടെ കളിക്കാൻ. നീല മീൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്തോ പക്ഷി പോലെ അല്ലേ? നിറയെ നല്ല ഫോട്ടോഷൂട്ടിങ് പറ്റിയ ഒരു സ്ഥലമാണിത്. ഇവിടെ എന്തായാലും എന്നാണത്? വലിയൊരു പൂച്ച. ആലീസ് ഇൻ വണ്ടർലാൻഡിലെ പോലെ ഉണ്ടല്ലേ? അപ്പൊ ഞങ്ങൾ മുരുടേശ്വറിൽ നിന്നും തിരിച്ച് ഉടുപ്പിയിൽ വന്നു. ഉടുപ്പിയിൽ നിന്നും അവിടെ അടുത്തുള്ള മാപ്പിളെ എന്ന് പറഞ്ഞ ബീച്ച്. സോറി, എനിക്ക് എപ്പോഴും തെറ്റി പോകും. മാപ്പിളെ, സോറി. മാൽപേ ബീച്ചിൽ ആണ് എത്തിച്ചേർന്നിരിക്കുന്നത്. മാൽപേയിലല്ല ശരിക്കും ഇതിന്റെ പ്രാധാന്യം. മാൽപേ ബീച്ചിൽ നിന്നും 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ സെന്റ് മേരീസ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ ചെല്ലാം. വളരെ മനോഹരമായ ഒരു ഐലൻഡാണ്. അവിടെ പോകണം, അവിടുത്തെ കാഴ്ചകൾ കാണണം. ഇവിടെ നിന്നും 7 കിലോമീറ്റർ നമ്മൾ ബോട്ടിൽ, അതായത് ഒരു വലിയ ബോട്ടാണ്, ആ ബോട്ടിൽ സഞ്ചരിക്കണം. ബോട്ടിൽ സഞ്ചരിച്ചാൽ സെന്റ് മേരീസ് ഐലൻഡിൽ ചെല്ലാം. ഉടുപ്പി അമ്പല ദർശനം, ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് വെറും 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ മാൽപേ ബീച്ചിലേക്ക്. ഇവിടെ വലിയൊരു ഹാർബറാണ്. ഇഷ്ടംപോലെ മീനും അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നും ഇവിടെ വരിക. ഇവിടെ വന്നാൽ ഇവിടെ ബോട്ടിങ്, നമുക്ക് ഇവിടെ നിന്നാണ് ബോട്ടിങ് തുടങ്ങുന്നത്. അതായത് ബോട്ടിന് ഒരു ദിവസം എത്രയാ? അഡൽട്സിന് 250 രൂപ, 10 വയസ്സിനും 3 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് 150 രൂപ.
150 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രാവിലെ 9 മണിക്ക് ബോട്ടിങ് തുടങ്ങും, അത് വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. പിന്നെ സെപ്റ്റംബർ മാസം കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസം തൊട്ട് മെയ് മാസം വരെ മാത്രമേ ഇവിടെ ബോട്ട് സർവീസ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ മഴ പെയ്യുന്നതുകൊണ്ട് ഇവിടെ ബോട്ട് സർവീസ് അലൗഡ് അല്ല. പിന്നെ ഇവിടെ അഡൽറ്റിന് 250 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഇതുണ്ട് 150 രൂപയാണ് കുട്ടികൾക്കായിട്ടുള്ള പറഞ്ഞേക്കുന്നത്. 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പൈസ വേണ്ട, അല്ലാണ്ട് തന്നെ പോവാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി സെന്റ് മേരീസ് ഐലൻഡ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾ നേരത്തെ ഒന്ന് സെന്റ് മേരീസ് ഐലൻഡിൽ പോയതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ ഈ വീഡിയോ കാണിക്കാം എന്നോർത്ത് ഇപ്രാവശ്യം വീണ്ടും ഒന്നോടുകൂടി സെന്റ് മേരീസ് ഐലൻഡിൽ ഞങ്ങൾ പോവുകയാണ്. അപ്പം കാണേണ്ട കാഴ്ചയാണ് സെന്റ് മേരീസ് ഐലൻഡ്. വളരെ വളരെ അടിപൊളിയായിട്ടുള്ള സീൻസ് ഉണ്ട് സെന്റ് മേരീസിൽ. അപ്പം തീർച്ചയായിട്ടും സെന്റ് മേരീസിൽ ഈ ഉടുപ്പി വരുന്ന കൂട്ടത്തിൽ, ഉടുപ്പി ക്ഷേത്ര ദർശനത്തിനോ അല്ലെങ്കിൽ അല്ലാണ്ട് ഉടുപ്പി വരുന്ന സെന്റ് മേരീസിൽ പോവുക, സെന്റ് മേരീസ് ഐലൻഡ് കാണുക. ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതുവരെ നമ്മുടെ സെന്റ് മേരീസ് ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയുള്ള ബോട്ട് വന്നിരിക്കുകയാണ്. ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. ഈ ബോട്ടിലുള്ള ആളുകളെല്ലാം ഇറങ്ങിയതിന് ശേഷം നമ്മൾ ബോട്ടിൽ കയറി സെന്റ് മേരീസ് ഐലൻഡിലേക്കുള്ള യാത്ര തുടരും. ബോട്ടിൽ കയറാനായിട്ട് ഇവിടെ ക്യൂ ഓൺ ചെയ്ത് കഴിഞ്ഞു. ശരിക്കും ഇത് നല്ല തിരക്കുണ്ട് ഇവിടെ. പക്ഷേ കർണാടകത്തിൽ ഇപ്പം തീർത്തും കോവിഡ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ഒരുമാതിരിപ്പെട്ടവരാരും മാസ്ക് പോലും ഇപ്പോൾ ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത ബോട്ടിൽ കയറി അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ ബോട്ടിലേക്കുള്ള യാത്രയിലാണ്. ബോട്ടിൽ അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ബോട്ടിൽ നല്ല പാട്ടും ബഹളങ്ങളും കേട്ടോണ്ട് ഇങ്ങനെ വന്ന ബോട്ടിൽ കണ്ടു. ഞങ്ങൾ അങ്ങോട്ട് ബോട്ടിലുള്ള സഞ്ചാരത്തിൽ തുടക്കത്തിലാണ്. അപ്പൊ നമ്മള് ബോട്ടിൽ കയറി എല്ലാരും ഇരുന്ന് സെറ്റായിട്ടിരിക്കുകയാണ്. എന്താണ് ഇത് ചേട്ടാ? ഹലോ. അപ്പൊ സെന്റ് മേരീസ് ഐലൻഡിലേക്കുള്ള യാത്രയിലാണ്. ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഒരുമാതിരി വലിയ ബോട്ടാണ്. ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സേഫ്റ്റി ആയിട്ടാണ് പോകുന്നത്. കടലിക്കുള്ള ഏതാണ്ട് ഒരു 10-25 മിനിറ്റോളം യാത്രയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും നമുക്ക് പോയി നോക്കാം. എനിക്കും കൂടിയുള്ള ലൈഫ് ജാക്കറ്റ് എടുക്കാം. എടുത്തിട്ടുണ്ട്. ഇട്ടോ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടോ. ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ലൈഫ് ജാക്കറ്റ് ഒക്കെ സെറ്റായിട്ടുണ്ട്. അച്ഛനും അമ്മയും സുവർണയും വിസ്മയും സരിതയും ഞാനും ഒക്കെ ലൈഫ് ജാക്കറ്റ് ഇട്ട് അതെ സെന്റ് മേരീസ് യാത്രയ്ക്ക് റെഡി ആയിട്ടിരിക്കുകയാണ്. സെന്റ് മേരീസ് വിസ്മയങ്ങൾ കാണാനായി വിസ്മയും സുവർണയും കൂടെ അവരുടെ പ്രിയപ്പെട്ട മുത്തശ്ശനും മുത്തശ്ശിയും ഒരുമിച്ച് അതെ നമ്മൾ യാത്ര തുടരുകയാണ്. ഇത് നമ്മുടെ ബോട്ടിന്റെ മുൻവശമാണ്. ഭയങ്കര കാറ്റാണ് ഇവിടെ. അതാ അങ്ങു ദൂരെ ഒരു പൊട്ട് പോലെ കാണുന്നില്ലേ, അതാണ് സെന്റ് മേരീസ് ഐലൻഡ്. പിന്നെ ഈ ബോട്ടിൽ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. എല്ലാവരും ഡാൻസ് കളിക്കുകയാണ്. എനിക്കും ഡാൻസ് കളിക്കാൻ കൂത്തിയായിട്ട് വേണം.
സുബിയും വിസുവും ഗോൾഡൻ സർപ്രൈസ് കൂടെ ദിവസമായിട്ടും ഇവിടെ ഡാൻസ് ചെയ്ത് തകർക്കുകയാണ് ഈ ബോട്ടില്. ഭയങ്കര അടിപൊളിയായിട്ടാണ് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബോട്ട് കുലുങ്ങുന്നുണ്ടോന്നൊരു സംശയമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഡാൻസ് അത്രയ്ക്കും മാരക പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിസുവിന്റെ ഫേവറേറ്റ് സോങ് ആണ്. അതുകൊണ്ട് അവള് ഇരിക്കാൻ പറഞ്ഞിട്ടൊന്നും ഇവിടെ ഇരിക്കുന്നില്ല. ഭയങ്കര ഡാൻസ് ആണ്, ശരിക്കും എൻജോയ് ചെയ്യാണ് വിസു. തുള്ളിച്ചാടുവാണ് വിസു. വിസുവിന്റെ ഫേവറേറ്റ് സോങ് ആണിത്. ഒരു രക്ഷയില്ല. ഞങ്ങൾ സെന്റ് മേരീസ് ഐലൻഡിലേക്ക് ഈ വലിയ ബോട്ടിലാണ് വന്നത്. പക്ഷേ ഈ ബോട്ട് സെന്റ് മേരീസ് ഐലൻഡിന്റെ അടുത്ത് വരെ പോകത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ വലിയ ബോട്ടിൽ നിന്ന് ഇറങ്ങി വേറൊരു ചെറിയ ബോട്ടിലേക്ക് കയറിയതിന് ശേഷമാണ് ആ ബോട്ടിലാണ് സെന്റ് മേരീസ് ഐലൻഡിലേക്ക് പോകുന്നത്. അതിലേക്കുള്ള ബോട്ടാണ് ഈ വന്ന് കിടക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരായിട്ട് അതിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ ബോട്ടിൽ നമുക്ക് സെന്റ് മേരീസ് ഐലൻഡിലേക്ക് പോകാം. ഈ കാണുന്നതാണ് സെന്റ് മേരീസ് ഐലൻഡിന്റെ ഓരോ ഭാഗങ്ങൾ. ചെറിയ ബോട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. കാണുന്നതാണ് സെന്റ് മേരീസ് ഐലൻഡ്. സെന്റ് മേരീസ് ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി റെഡിയാക്കിയിരിക്കുകയാണ്. ഈ വലിയ ബോട്ട് ഞങ്ങൾ ആ വലിയ ബോട്ടിൽ നിന്നും ചെറിയ ബോട്ടിൽ കയറി ചെറിയ ബോട്ടിൽ സെന്റ് മേരീസ് ഐലൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സെന്റ് മേരീസ് ഐലൻഡിന്റെ ഒരു വിദൂര ദൃശ്യമാണ് ഈ കാണുന്നത്. ഷെല്ലുമെല്ലാം കിട്ടിയോടാ? ഇഷ്ടംപോലെ ഷെൽസ് ഉണ്ടല്ലോ. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ അങ്ങനെ അവസാനം ഞങ്ങൾ സെന്റ് മേരീസ് ഐലൻഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സെന്റ് മേരീസ് ഐലൻഡിന്റെ കവാടമാണ് ഈ കാണുന്നത്. ഇത് കൊറോണയ്ക്കൊക്കെ മുമ്പ് നേരത്തെ ഞങ്ങൾ വരുമ്പം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഭംഗിയായിട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ ഈ കൊറോണയുടെ ഈ സമയത്ത് ആൾക്കാർ വരാതെയൊക്കെ ഇരുന്നുകൊണ്ടായിരിക്കണം ഇപ്പം അത്രയ്ക്ക് ഭംഗിയൊന്നുമില്ല കാണാൻ. ഇതിനകത്താണ് സെന്റ് മേരീസ് ഐലൻഡിന്റെ വിസ്മയങ്ങൾ ഇരിക്കുന്നത്. 2-3 സ്ഥലത്തായിട്ടാണ് എൻ്റെ ബീച്ചുകൾ കിടക്കുന്നത്. പല സ്ഥലത്തും പല രീതിയിലാണ് ബീച്ചുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ ബീച്ചുകളിലേക്കായിട്ട് കയറി നമുക്കിവിടെ ബോട്ടിന് വന്നാൽ 1 മണിക്കൂർ സമയമാണ് അവർ തരുന്നത്. ആ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇവിടെ എല്ലാം പോയി കണ്ടിട്ട് തിരിച്ചു വരണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാഴ്ചകളാവണം നോക്കിയാലോ? സുവർണ, വിസ്മയ, പോവാം. 4 ചെറു ദ്വീപുകൾ കൂടിച്ചേരുന്ന ഒരു ദ്വീപ സമൂഹമാണ് സെന്റ് മേരീസ് ഐലൻഡ്. നമ്മൾ ഈ സെന്റ് മേരീസ് ഐലൻഡിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. ആ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വാസ്കോ ഡ ഗാമ കാപ്പാട് വന്നിറങ്ങുന്നതിന് മുമ്പ് ഈ സെന്റ് മേരീസ് ഐലൻഡിൽ വന്ന് ഇറങ്ങി എന്നാണ് പറയുന്നത്. ഞങ്ങൾ കുറെ കക്ക പെറുക്കി കേട്ടോ, അല്ലേ? ഞങ്ങൾ കുറെ കക്കകൾ പെറുക്കി. നല്ല കക്ക നോക്കി വാരി. എടി അപ്പുറത്തെ സൈഡിൽ ഇഷ്ടംപോലെ കിടക്കണം. നല്ലത് വാരിയിട്ട് വിഷയം. ഇത് ഐലൻഡിൻ്റെ ഒരു വശമാണ് ഈ കാണുന്നത്. ഇതുപോലെ തന്നെ അപ്പുറം 3 വശങ്ങളിലായിട്ടാണ് ഇത് ഐലൻഡ് ചുറ്റപ്പെട്ട് കിടക്കുന്നത്. 3 ഭാഗവും നല്ല അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുകൊണ്ടോ, ഇത് മുഴുവൻ കക്കയാണ്. കക്ക ഇത് കണ്ടോ, കക്കയാണിത് മുഴുവൻ. അല്ലാണ്ട് മണലല്ല ഇവിടെ. ഇതിന് പകരം മണലിന് പകരം മുഴുവൻ ഫുള്ള് ഇത് കണ്ടോ, കക്കയാണ്. ഇത് കണ്ടോ, കക്കയാണ് മുഴുവൻ. വിസു കക്ക വൃക്കയാണ്. പ്രത്യേക തരത്തിലുള്ള പാറകളുണ്ടല്ലോ. അതെന്താണ് അതിന്റെ കാരണം?
എന്താന്ന് വെച്ചാല് പണ്ട് മഡഗാസ്കർ എന്ന് പറഞ്ഞ ഐലൻഡ്സ് ഉണ്ടായിരുന്നു. അവ നമ്മുടെ ഇന്ത്യയുടേതായിരുന്നു. ഏതാണ്ട് 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ മഡഗാസ്കർ ഐലൻഡ്സ് ഇന്ത്യയിൽ നിന്നും സെപ്പറേറ്റ് ആയി പോയി. അങ്ങനെ പോയപ്പോ ആ സ്ഥലത്ത് ലാവ പൊങ്ങി വന്നു. വന്നിട്ട് എന്തായി, അവിടുത്തെ ആ ലാവ കോൾഡ് ആയിട്ട് ഈ കറുത്ത കല്ലുകൾ കണ്ടില്ലേ, ഇതായിട്ട് മാറി. മാഗ്നറ്റ് കല്ലുകളോ എന്തായിരുന്നു അതിന്റെ പേരമ്മ? അതിന്റെ പേരെന്തായിരുന്നു? ബസാൾട്ട് റോക്ക്. അത് ബസാൾട്ട് റോക്സ് ആയിട്ട് മാറി. ഇതുപോലത്തെ കല്ലുകളാണ്. നല്ല പോസിൽ നമുക്കിരുന്ന് ഫോട്ടോ എടുക്കാം, കല്ലിന്റെ മുകളിൽ കയറി കളിക്കാം. പിന്നെ ഇവിടെ നമുക്ക് കുളിക്കാനായിട്ട് നല്ല സൗകര്യമാണ്. അതുപോലെ കക്ക ഇവിടെ മുഴുവൻ മണലല്ല, മുഴുവൻ കക്ക പൊടിഞ്ഞു കിടക്കുകയാണ്. അതുപോലെ സൂര്യാസ്തമയം കാണാം. ഇതൊക്കെ പോരെ. ദിവചേട്ടൻ സെന്റ് മേരീസ് ഐലൻഡിന്റെ ഒരു വലിയ ബസാൾട്ട് റോക്കിന്റെ മുകളിൽ കയറി നിന്നിരിക്കുകയാണ്. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടാണ് ആള് കയറി പോയിരിക്കുന്നത്. ഇവിടെ എന്താ കഴിഞ്ഞാൽ സൺസെറ്റ് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. സൺസെറ്റിനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമാണ് ഈ ഐലൻഡ് കാണാനായിട്ട്. വാവ്, എന്ത് രസം! നിറയെ കക്കകളും ചിപ്പികളും കടലിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നു നിൽക്കുന്ന പാറക്കൂമ്പാരങ്ങളും. എത്ര കണ്ടാലും എത്ര വർണ്ണിച്ചാലും നമുക്ക് ഈ കടലിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ ഈ ദ്വീപിൻ്റെ സൗന്ദര്യം എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. സെന്റ് മേരീസ് ഐലൻഡിലെ കടൽക്കാറ്റേറ്റ് കാറ്റിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുന്ന സരിതയാണ് ഈ കാണുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, വളരെ മനോഹരമാണ് ഈ ബീച്ച് സെന്റ് മേരീസ്. എന്താണെങ്കിലും ഒരു പ്രാവശ്യം ഇവിടെ വരണം, ഇത് കാണണം, ഇതിൻ്റെ ഭംഗി ആസ്വദിക്കണം. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഉടുപ്പി, മൂകാംബിക അല്ലെങ്കിൽ ബോംബെ, ഗോവ അങ്ങനെയുള്ള ആ പ്രദേശങ്ങളിലേക്ക് പോകുന്ന വഴിക്ക് ഒത്തിരി വളയേണ്ട കാര്യമൊന്നുമില്ല. ഉടുപ്പിന് ഞാൻ പറയുന്നത് 4 കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ട്. തീർച്ചയായിട്ടും ഇവിടെ വരണം കേട്ടോ. ഒരാൾക്ക് 200 രൂപയേ ഉള്ളൂ ബോട്ട് ചാർജ്. വളരെ മനോഹരമാണ് ഈ ബീച്ച് കാണാനായിട്ട്. നമ്മുടെ കേരളത്തിൽ പല ബീച്ചുകളുണ്ടെങ്കിലും പക്ഷേ ഇതുപോലെ ഇത്രയും മനോഹരമായ ഈ പാറക്കല്ലുകളും അതുപോലെ കുളിക്കാനാണെങ്കിലും ഇവിടെ നല്ല സൗകര്യമാണ്. ഒത്തിരി വലിയ തിരകളൊന്നും അങ്ങനെ അടിച്ചു കയറുന്ന തിരകളൊന്നുമില്ല, കുളിക്കാൻ പറ്റിയ തിരയാണ്. തീർച്ചയായിട്ടും ഇവിടെ വന്നത് കാണണം. ഒത്തിരി വീഡിയോസ് ഈ സെന്റ് മേരീസ് ഐലൻഡിൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊന്നും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തപ്പെടുത്തി കുറച്ച് വീഡിയോ ഇതിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. എല്ലാവരും കാണട്ടെ. സെന്റ് മേരീസ് ഐലൻഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവിടെ നിറച്ച് റെസ്റ്റിംഗ് പ്ലേസുകളൊക്കെ ഉണ്ട്. നമ്മൾ ബീച്ചിലൊക്കെ കുളിച്ചും ചാടി കളിച്ചും മടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റെസ്റ്റിംഗ് പ്ലേസിൽ വന്നിരുന്ന സൂര്യാസ്തമയൊക്കെ കാണാവുന്നതാണ്. അതുപോലെ പിള്ളേർക്ക് സാൻഡ് കാസിൽ ഉണ്ടാക്കാനായിട്ട് ഇഷ്ടം പോലെ മണലുണ്ട്. പിന്നെ വിഷുവിന് ഇഷ്ടപ്പെട്ട പോലെ നമുക്ക് കക്ക പെറുക്കാം. എന്തോരം കാര്യങ്ങളല്ല. ഇത് തന്നെ ഒരു കുഞ്ഞു കൂടാനായിട്ടുള്ള റെസ്റ്റ് ഹൗസ് ആണിത്.
അപ്പം സൂര്യഭഗവാൻ പടിഞ്ഞാറ് അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ ബീച്ചിൽ നിന്നും ഈ ഐലൻഡിൽ നിന്നും വിട പറയാനുള്ള സമയമായിരിക്കുകയാണ്. ഏകദേശം മണി ഏതാണ്ട് 6 മണിയോളം ആകാറായി. ഇനി ഇവിടെ നിന്ന് ഇരുട്ടാണ്. അത് തന്നെയല്ല, നമുക്ക് തിരിച്ചുള്ള ബോട്ടും ഉണ്ടാവില്ല. 6 മണിക്ക് ലാസ്റ്റ് ബോട്ട് ഇവിടുന്ന് പോകും. അതുകൊണ്ട് ഒരുമാതിരി സെൻറ്റ് മേരീസിലെ വിശേഷങ്ങൾ, ആ ഐലൻഡിലെ വിശേഷങ്ങളെല്ലാം ഒരുമാതിരി എല്ലാം തന്നെ നിങ്ങളെ കാണിക്കാൻ പറ്റിയെന്ന പൂർണ്ണ വിശ്വാസത്തിൽ ഞങ്ങൾ ഇവിടുന്ന് വിട പറയുന്നു. അപ്പോൾ എന്താ പറയണേ?